ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം കുഞ്ഞറിവിൽ അറിയുന്നത് അൾത്താര വണക്കത്തെയും അൾത്താര ചുംബനത്തെയും കുറിച്ചാണ്. 1570 ദിവ്യപൂജാ ഗ്രന്ഥം അനുസരിച്ച് കാർമ്മികനും ശുശ്രൂഷകരും അൾത്താരയുടെ സമീപം വന്ന് അൾത്താരയെയോ അൾത്താരയിലെ കുരിശിനെയോ വണങ്ങുന്നു. അതിനുശേഷം കയ്യിൽ കൊണ്ടുവന്ന കാസ അൾത്താരയിൽ വെച്ച് ദിവ്യപൂജാ ഗ്രന്ഥം അൾത്താരയിൽ ക്രമീകരിച്ചു വയ്ക്കുന്നു. പിന്നീട് കാർമ്മികൻ അൾത്താരയുടെ ചുവട്ടിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് അൾത്താരയിലെ കുരിശിനെ ഒന്നുകൂടെ വണങ്ങിയതിന് ശേഷം കുരിശടയാളം വയ്ക്കുന്നു. 2002 ദിവ്യപൂജാ ഗ്രന്ഥം അനുസരിച്ച് കാർമ്മികനും ശുശ്രൂഷകനും വിശുദ്ധ വേദിയിൽ അണയുമ്പോൾ ബലിപീഠത്തെ വണങ്ങുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായും ബലിയർപ്പണത്തിൻ്റെ പീഠമായും അൾത്താരയെ കണക്കാക്കുന്നത് കൊണ്ട് ബലിയർപ്പണത്തിനായി കാർമ്മികൻ അണയുമ്പോൾ ബലിപീഠത്തെയാണ് വണങ്ങുന്നത്, കുരിശിനെയല്ല. കാരണം 11-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കുരിശ് അൾത്താരയിൽ വയ്ക്കുന്ന പതിവ് വന്നത്. പ്രവേശക പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കുരിശ് മുദ്രക്കൊടിയായാണ് മനസ്സിലാക്കിയിരുന്നത്, അൾത്താരയിൽ വയ്ക്കുവാനായിരുന്നില്ല. സഭാചരിത്രത്തിൽ ഇത്തരത്തിൽ കാർമ്മികൻ ബലിവേദിയിൽ പ്രവേശിക്കുമ്പോൾ അൾത്താരയെ തന്നെയാണ് വണങ്ങിയിരുന്നതും വണങ്ങുന്നതും. അൾത്താര ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായതുകൊണ്ട് ശിരസ് നമിച്ചാണ് വണങ്ങുന്നത്. സാധാരണ അൾത്താരയെയാണ് വണങ്ങേണ്ടത്. ഇതിനുള്ള ഒരു ഒഴിവ് വിശുദ്ധ കുർബാന അൾത്താരയുടെ നേരെ പുറകിൽ മധ്യഭാഗത്ത് ആണെങ്കിൽ പ്രവേശക പ്രദക്ഷിണ സമയത്ത് പരിശുദ്ധ കുർബാനയെയാണ് വണങ്ങുന്നത്. ബലിയുടെ അവസാനം പ്രദക്ഷിണ സമയത്ത് പരിശുദ്ധ കുർബാന മധ്യത്തിലാണെങ്കിൽ പരിശുദ്ധ കുർബാനയെ വണങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പ്രവേശക പ്രദക്ഷിണത്തിൻ്റെ അവസാനം അൾത്താരയെ വണങ്ങിയതിന് ശേഷം കാർമ്മികനും ഡീക്കനും അൾത്താരയെ ചുംബിക്കുന്നു. ഇത് ആചാര അനുഷ്ഠാനത്തെക്കാൾ ഉപരിയായി അൾത്താര ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയാനും ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുവാനുമാണ്. ആരാധനാക്രമത്തിൽ അൾത്താരയെ ചുംബിക്കുക എന്നതിന് അൾത്താരയെ വണങ്ങുക, ബഹുമാനിക്കുക എന്നാണ് അർത്ഥം. അൾത്താരയെ വണങ്ങുന്നത് അധരങ്ങൾ കൊണ്ട് ചുംബിച്ചുകൊണ്ടാകണം. വിരലുകൾ കൊണ്ട് അൾത്താരയെ സ്പർശിച്ച് കണ്ണിലോ നെറ്റിത്തടത്തിലോ വെച്ചുകൊണ്ട് അൾത്താരയെ വണങ്ങാം. 1570 5-ാം പിയൂസ് പാപ്പായുടെ ദിവ്യപൂജാ ഗ്രന്ഥം അനുസരിച്ച് 9 പ്രാവശ്യം അൾത്താരയെ ചുംബിച്ചിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കർമ്മങ്ങൾ ലളിതമാക്കി ആവർത്തനം കുറച്ചപ്പോൾ 2 പ്രാവശ്യം മാത്രമാണ് അൾത്താരയെ ചുംബിക്കുന്നത്. ദിവ്യബലി ആരംഭിക്കുന്നതിന് മുൻപും ദിവ്യബലി അർപ്പണത്തിന് ശേഷവും. മറ്റൊരു കുഞ്ഞറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി.